ഷാഫി പറമ്പിലെ മർദ്ദിച്ച് സംബന്ധിച്ച് നടപടിയിലേക്ക് പോകുന്നു. അന്ന് SP പറഞ്ഞെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഇനി പുതിയ നടപടിയിലേക്ക് പോകുമെന്ന് അറിയില്ല. പക്ഷേ ഒരു കൃത്യമായ ഒരു ഉദ്യോഗസ്ഥന്റെ SP ശ്രീ സുഭാഷ് ബാബു ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, പോലീസിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ CAA സംബന്ധിച്ച് ഇപ്പോൾ MP ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഇല്ലെങ്കിൽ അന്ന് വടകരയിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് അറിയുന്ന കാര്യങ്ങൾ, ഇതിലെങ്ങനെയാണ് ഇത്തരം ഉദ്യോഗസ്ഥരെ, നേരത്തെ മാഫിയ ബന്ധം ആരോപിച്ച ആരോപണം ഉണ്ടായിരുന്ന നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ്, അവരെങ്ങനെ വീണ്ടും ഇത്ര പെട്ടെന്ന് സർവീസിൽ വന്ന് അത് തന്നെ തുടരുന്നു? അല്ല, പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ പരാതികൾ സാധാരണ വരാറുണ്ട്. പക്ഷെ അത് അർഹമായ രീതിയിലുള്ള പരാതികൾ വന്നു കഴിഞ്ഞാൽ അതിന് നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സ്വാധീനത്തിലൂടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും നടപടികൾ മരവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്നെ രാഷ്ട്രീയം, മറ്റ് സ്വാധീനങ്ങൾ, മേലുദ്യോഗസ്ഥരുടെ സ്വാധീനമൊക്കെ അനധികൃതമായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതേ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താലും സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കൂട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണോ താങ്കൾ കരുതുന്നത്? രാഷ്ട്രീയ ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം ഇതിങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അനാവശ്യമായിട്ട് ഇദ്ദേഹത്തിനെ കാരണമില്ലാതെ മർദ്ദിച്ചു എന്ന SP തന്നെ, സ്ഥലത്ത് സാന്നിധ്യം ഉണ്ടായിരുന്ന SP തന്നെ പറയുകയും അതിനെ തുടർന്ന് അതിന്റെ പേരിൽ നടപടിയെടുത്ത് അന്വേഷണം നടക്കുന്ന നടപടി സ്വീകരിക്കുമെന്നും പരസ്യമായി പറഞ്ഞ സാഹചര്യത്തിൽ ആ നടപടികൾ മുന്നോട്ട് പോകാതെ അത് മരവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പോലീസിന്റെ തീരുമാനമാകാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പോൾ അതായത് സർവീസിൽ വീണ്ടും ഒരു നടപടി നേരിട്ട് വീണ്ടും സർവീസിലേക്ക് തിരിച്ചെത്തുന്നതിന്റെ മാനദണ്ഡങ്ങൾ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനിൽ തീരുന്നതാണോ ഗുണ്ടാബന്ധം പോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് കൂട്ടുനിൽക്കുന്നത്? അതെ, അത് ഒരു പുതിയ കാര്യമാണെന്നും എനിക്ക് എന്റെ അനുഭവത്തിൽ അങ്ങനെയില്ല. കാരണം തീർത്തും അനബലേഷണയായ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അവരുടെ പേരിലുള്ള എല്ലാ അന്വേഷണങ്ങളും ഒഴിവാക്കി കൊടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവരെ കൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ദുഷ്പ്രവർത്തികളൊക്കെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി എടുത്തിട്ട് അവരെ സംരക്ഷിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത ഒരുപാട് സംഭവങ്ങൾ എന്റെ തന്നെ ശ്രദ്ധയിലുണ്ട്. ഒരിക്കലും അവരെ രക്ഷപ്പെടാൻ പാടില്ലാത്തവരെയൊക്കെ സഹായിച്ചിട്ട് അവരുടെ എല്ലാ നടപടികളും ഒഴിവാക്കിയിട്ട് പിന്നെ ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുക, അവരെ കൊണ്ട് ഇത് നടപടി മാറ്റി എന്നുള്ള കാരണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ മാറ്റുമെന്നുള്ള വാഗ്ദാനത്തിലൂടെ ഒരുപാട് അനബലീഷണീയമായ കാര്യങ്ങൾ ചെയ്തതിന്റെ ഭാഗമായിട്ട് അതും ഈ ഉദ്യോഗസ്ഥർ അങ്ങനെ വന്നതിന്റെ പ്രത്യുപകാരമായിട്ട് അവർ ആരെങ്കിലും രാഷ്ട്രീയക്കാർ പറയാതെയോ അല്ല സ്വന്തമായിട്ട് തന്നെ തന്റെ പിന്നെ കൂറ് തെളിയിക്കാൻ വേണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു അതിക്രമമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഇപ്പം നമുക്കിത് സ്ഥിരമായി നടക്കുന്നുണ്ട്, ആദ്യത്തെ സംഭവമല്ല എന്നൊക്കെ നമ്മൾ ഇപ്പോഴും പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാരണം ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്നത്, അതിനപ്പുറത്തേക്ക് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീണ്ടും പങ്കെടുക്കുന്നതും ഇല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കുന്നതും അതിനപ്പുറത്തേക്ക് അവരുടെ ലാഭത്തിന് വേണ്ടി സർവീസിനെ ഉപയോഗിക്കുന്നതും അവരുടെ പോസ്റ്റിനെ ഉപയോഗിക്കുന്നതും ഒക്കെ വലിയ രീതിയിൽ ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതും നടപടിയിലേക്ക് കടക്കേണ്ടതുമല്ലേ? എന്തുകൊണ്ട് ഇത്ര ദിവസമായിട്ട് ഈ വിഷയത്തിൽ ഒരു അനക്കവും ഉണ്ടായില്ലെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അത് ഇടപെടലാണെന്നുള്ളതിന് സംശയം വേണ്ടല്ലോ. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം അവരുടെ CCTV ദൃശ്യങ്ങളുണ്ടാവും, അല്ലെ അവിടുന്ന് തന്നെ ക്യാമറയുടെ പോലീസ് ക്യാമറയുടെയോ അല്ലെങ്കിൽ പുറമേയുള്ള ഒരുപാട് വ്യക്തികൾ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതൊക്കെ ഫോണിലൊക്കെ പകർക്കും. അതൊക്കെ പരിശോധിച്ച് നോക്കി ഒരു തീരുമാനം എടുക്കുന്നതിന് ഇത്ര ദിവസമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പൊ നടപടികൾ ഏതെങ്കിലും രീതിയിൽ അത് മരവിപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ തെളിവാണിത്. അപ്പൊ അതുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകില്ല. പക്ഷേ ഇതേമാതിരി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ അത് വ്യക്തിപരമായ തെളിവോട് കൂടിയിട്ട് പരാതി ഉന്നയിക്കുന്ന, അത് ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ഒരു വളരെ ശക്തമായ രീതിയിൽ തെളിവ് സഹിതം പരാതി ഉന്നയിക്കുന്ന സംഭവം നമ്മളെ ഓർമ്മയിലില്ല. അതുകൊണ്ട് ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി എടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന് പല രീതിയിലും മുന്നോട്ട് പോകാനുള്ള കോടതിയോ അല്ലെ അദ്ദേഹത്തിന്റെ MP എന്നുള്ള രീതിയിൽ പ്രിവിലേജുകൾ ഉപയോഗിക്കാനൊക്കെ സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.